കേരളത്തിൽ സ്വർണ്ണവില വൻ കുതിപ്പിൽ തുടരുന്നു. ഇനിയും വില കത്തിക്കയറാനുള്ള സാധ്യതയുണ്ടെന്ന് ജ്വല്ലറി വ്യാപാരികളും സാമ്പത്തിക വിദഗ്ധരും പറയുന്നു. ഇപ്പോൾ പഴയ സ്വർണ്ണം വിൽക്കുന്നവർക്ക് കയ്യിൽ ലക്ഷങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട്. അവസരം മുതലാക്കി മിക്ക ജ്വല്ലറികളും പഴയ സ്വർണ്ണം വാങ്ങുന്നതിനുള്ള പ്രത്യേക പദ്ധതികളും ആവിഷ്കരിച്ചിട്ടുണ്ട്. രക്ഷയില്ല, ഇനി സ്വർണം മറന്നോളൂ. അതെ, കുതിച്ചു പായുകയാണ് കേരളത്തിൽ സ്വർണ്ണവില. രാവിലെയും വൈകിട്ടുമായെല്ലാം സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം രേഖപ്പെടുത്തുന്നു. എന്തായാലും ഒരു പവൻ സ്വർണത്തിന് വൈകാതെ 1.5 ലക്ഷം രൂപയിൽ എത്തുമെന്ന് തന്നെയാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. ഇനിയും വില കയറാനുള്ള സാധ്യത ജ്വല്ലറി വ്യാപാരികളും തള്ളിക്കളയുന്നില്ല. അമേരിക്കയിലെ പിരിമുറുക്കങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്വർണത്തെ സ്വാധീനിക്കുന്നത്. ഡോളർ മൂല്യത്തിലെ ഇടിവും പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യവുമെല്ലാം സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഡോളർ രൂപ വിനിമയ മൂല്യം, ആഗോള വിപണിയിലെ സ്വർണ്ണവില എന്നിവ ഒത്തുനോക്കിയാണ് കേരളത്തിലെ ജ്വല്ലറികളിലും സ്വർണ്ണവില നിശ്ചയിച്ചു വരുന്നത്. കേരളത്തിൽ സ്വർണ്ണവില വൻ കുതിപ്പിലാണ്. അതായത് കഴിഞ്ഞ 4 ദിവസത്തിനിടെ 6720 രൂപയിലധികമാണ് പവന് വർദ്ധിച്ചിരിക്കുന്നത്. ഇനിയും കൂടുമെന്നത് ഞെട്ടിക്കുന്ന കാര്യം തന്നെയാണ്. ഇന്ന് ഒരു പവൻ ആഭരണം വാങ്ങുന്നവർക്ക് 1,20,000 രൂപയെങ്കിലും ചെലവ് വരും. ഒരു പവൻ സ്വർണത്തിന് ഞെട്ടിക്കുന്ന വില കൂടുന്നത് ഉപഭോക്താക്കൾക്കിടയിലും ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. ഒരിടവേളയ്ക്ക് ശേഷമാണ് ക്രൂഡ് ഓയിൽ വിലയും നേരിയ മുന്നേറ്റം നടത്തുന്നത്. ഇന്ത്യയിൽ ഇറക്കുമതി തീരുവ 15% ഉയർന്ന വിലയ്ക്ക് ഒരു കാരണമായതായാണ് പറയുന്നത്. എന്തായാലും പഴയ സ്വർണം വിൽക്കുന്നവർക്ക് ഇത് നല്ല സമയമാണെന്ന് വ്യാപാരികൾ പറയുന്നു. എന്നാൽ തിടുക്കമില്ലാത്തവർക്ക് ഇനിയും ലാഭം കൊയ്യാൻ അവസരമുണ്ട്. കാരണം ഇനിയും വില കൂടുമെന്ന് തന്നെയാണ് പറയുന്നത്. ഇന്ന് ഒരു പവൻ പഴയ സ്വർണം വിൽക്കുന്നവർക്ക് 1,10,000 രൂപ കയ്യിൽ കിട്ടാനും സാധ്യതയുണ്ട്. നേരിയ ഏറ്റക്കുറച്ചിലുകൾ ഇതിൽ വരാൻ സാധ്യതയുണ്ട്. എന്തായാലും ജ്വല്ലറികളിലെല്ലാം ഇപ്പോൾ സ്വർണം വിൽക്കുന്നതിനേക്കാളും സ്വർണം വാങ്ങുന്നതിനാണ് തിരക്ക്. അതായത് ഉപഭോക്താക്കളിൽ നിന്നും സ്വർണം വാങ്ങുകയാണ്. പഴയ സ്വർണം വാങ്ങുന്നതിനുള്ള പ്രത്യേക പദ്ധതികളും ഇവർ ആവിഷ്കരിച്ചിരിക്കുന്നു. കേന്ദ്ര സർക്കാർ പഴയ സ്വർണം പുനരുപയോഗത്തിനുള്ള പിന്തുണ നൽകുന്നുണ്ട്. അതുവഴി വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്ന അളവ് കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് കണ്ടെത്തൽ. ഏറ്റവും കൂടുതൽ സ്വർണം വാങ്ങിക്കൂട്ടുന്ന ചൈനക്കാർ അടുത്തിടെയായി വലിയ തോതിൽ വീണ്ടും വാങ്ങുന്ന പ്രവണതയുണ്ട്. കേന്ദ്ര ബാങ്കുകൾ മുഖേന വിവിധ രാജ്യങ്ങളും സ്വർണം വാങ്ങുന്നുണ്ട്. ഇതെല്ലാം സ്വർണ്ണവില വർദ്ധിക്കാനുള്ള ഘടകങ്ങളാണ്. എന്തായാലും ജനുവരിക്ക് ശേഷമുള്ള ഏറ്റവും മികച്ച പ്രതിവാര നേട്ടത്തിലാണ് ഇപ്പോൾ പൊന്നുവില നീങ്ങുന്നത്. നിലവിൽ ആഗോള വിപണിയിൽ സ്വർണ്ണവില ഔൺസിന് $4,200 മുകളിൽ ഉറച്ചു നിൽക്കുകയാണ്. അതേസമയം ഇനിയും സ്വർണം കുതിക്കുമെന്ന് തന്നെ വ്യാപാരികൾ ഉറപ്പിക്കുന്നു. വില 2 ലക്ഷം വരെ ഉയരാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല. എന്തായാലും വ്യാപാരികൾക്കിടയിലും ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. കാരണം പുതിയ ഡിസൈനും ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളും നിർമ്മിക്കാനുള്ള തിരക്കിലാണ് അവർ. ഇന്ന് ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്വീകാര്യതയുള്ളത് 18 ക്യാരറ്റ്, 14 ക്യാരറ്റ്, 9 ക്യാരറ്റ് ആഭരണങ്ങളാണ്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.